നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. യെസ്, ഒടുവിൽ ആ കാര്യം ഉറപ്പായിരിക്കുന്നു. അൽ നസറിലേക്ക് ഇതാ കിങ്സ്ലി കോമൻ എത്തുന്നു. ഈ കാര്യം ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതുപോലെ പല പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റുകളും അത് സ്ഥിരീകരിച്ചു. ഫബ്രിസിയോ റൊമാനോ, നിങ്ങൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോയും ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയർ വി ഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കിങ്സ്ലി കോമന് വേണ്ടി വളരെ ആക്റ്റീവായിട്ട് അൽ നസർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവർ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു ഡീലിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നും കാര്യങ്ങൾ ഓക്കെ ആവുന്നു എന്നുമുള്ളത് ഇപ്പോൾ അത് ഉറപ്പായിരിക്കുന്നു. ഫബ്രിസിയോ റൊമാനോയുടെ ട്വീറ്റ് ഇങ്ങനെയാണ്: കിങ്സ്ലി കോമൻ ടു അൽ നസർ, ഹിയർ വി ഗോ. ഏതായാലും ബയൺ മ്യൂണിക്കുമായിട്ട് ഡീലിലെത്തിക്കഴിഞ്ഞു. 30 മില്യൺ യൂറോ, സ്ലൈറ്റ്ലി അണ്ടർ 30 മില്യൺ യൂറോ, 30 മില്യൺ യൂറോയോളം വരുന്ന ഒരു തുക, കുറച്ച് കുറവ്, അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഡീലിലേക്ക് എത്തിയിരിക്കുന്നത്. കോമൻ 3 വർഷത്തേക്കുള്ള ഡീലായിരിക്കും അൽ നസറുമായിട്ട് ഒപ്പിടാൻ പോകുന്നത്. എന്തായാലും ഇനീഗോ മാർട്ടിനസ് ഓൾറെഡി അവിടെ ഉണ്ട്, ജാവോ ഫെലിക്സ് ഉണ്ട്. ആ കൂട്ടത്തിലേക്കാണ് കിങ്സ്ലി കോമൻ കൂടി എത്തുന്നത്. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. മെഡിക്കലും സിഗ്നേച്ചറും ഒക്കെ ഈ ഒരു ആഴ്ച തന്നെ നടക്കും. അങ്ങനെ കിങ്സ്ലി കോമൻ ഫ്രഞ്ച് സൂപ്പർ താരം FC ബയൺ മ്യൂണിക്ക് വിട്ട് അൽ നസറിലേക്ക് ചേക്കേറുകയാണ്. ഫ്രാൻസിന് വേണ്ടി 58 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരമാണ്. പാരീസ് സെന്റ് ജെർമന്റെ യൂത്ത് ടീമിലൂടെ വളർന്നു വന്ന് അവർക്ക് വേണ്ടി സീനിയർ ഫുട്ബോളും കളിച്ച് യുവന്റസിലേക്ക് മാറി പിന്നെ ബയൺ മ്യൂണിക്കിലേക്ക് എത്തിയ താരം ഇതാ ഒടുവിൽ 29-ാമത്തെ വയസ്സിൽ യൂറോപ്പ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം ഇതാ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിക്കാനായിട്ട് അൽ നസറിലേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.